എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ മുകളില് ഐലാൻഡിന്റെ അവസ്ഥ വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ആ തീയാണെങ്കിൽ കത്തി പടർന്നുകൊണ്ടേയിരിക്കും. അതിനോടൊപ്പം ആ വില്ലന്മാർ ക്രിയേറ്റ് ചെയ്ത ആ മോൺസ്റ്റർ ക്രീച്ചേഴ്സും ഉണ്ട്. ഫയർ ഫൈറ്റേഴ്സ് ആണെങ്കിൽ ആ തീ അണയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഫയർ ഫൈറ്റേഴ്സ് ആണെങ്കിൽ ആ ഒരു തീയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ് കൂടെ അവരുടെ ഇടയിലേക്ക് സംഭവിക്കുക. അവരാകെ കണ്ടത് ആ വലിയൊരു ജയന്റ് എൽട്ടൺ മോൺസ്റ്ററിനെയാണ്. ഇപ്പോൾ അതിനോടൊപ്പം ഒരുപാട് അതുപോലുള്ള ജയന്റ് സ്കെൽട്ടൺ മോൺസ്റ്റേഴ്സ് അവിടേക്ക് അങ്ങനെ ക്രിയേറ്റ് ആയി വന്നുകൊണ്ടേയിരിക്കും. ദ്രോഹിയും ബ്രോഹിയും ആണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, എത്രയൊക്കെ മോൺസ്റ്റേഴ്സ് ഇവിടേക്ക് വന്നാലും നമ്മൾ അവറ്റകളെയെല്ലാം തല്ലിക്കൊല്ലൂന്ന് പറഞ്ഞ് അവരാണെങ്കിൽ എൻജോയ് ചെയ്ത് അവറ്റകളെ അങ്ങനെ തകർത്തുകൊണ്ടേയിരിക്കുകയാണ്. ചില ആൾക്കാർക്കാണെങ്കിൽ ആ കുട്ടികളുടെ ഇമാജിനേഷനിലാണ് ഇങ്ങനെയൊക്കെയുള്ള മോൺസ്റ്റേഴ്സ് ഉണ്ടായെന്ന് അറിയുമ്പോൾ ഒരുപാട് അത്ഭുതവും സന്തോഷമൊക്കെ തോന്നും. വാവ്, ആ കുട്ടികൾ ശരിക്കും ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉള്ളവരാണെന്ന് പറഞ്ഞ് ആ മോൺസ്റ്റേഴ്സ് ആയിട്ട് ഫൈറ്റ് ചെയ്യും. അവരാണെങ്കിൽ നിർത്താതെ ആ മോൺസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് മോൺസ്റ്റേഴ്സ് അവിടേക്ക് വന്നുകൊണ്ടേയിരിക്കും. ദ്രോഹിയും ബ്രോഹിയും ആണെങ്കിൽ ഇനി ഇങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കമ്പൈനായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പോൾ അവരുടെ സ്വാഡുകൾ അങ്ങനെ എടുത്ത് അങ്ങനെ അലറി നിലവിളിച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അവരുടെ അറ്റാക്കിൽ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മോൺസ്റ്റേഴ്സ് എല്ലാം തകർന്ന് വീഴുകയാണ്. ജയന്റ് പൈററ്റ്സിന്റെ ശക്തിയാണിത് എന്ന് പറഞ്ഞ് അവരങ്ങനെ സന്തോഷിക്കുമ്പോഴായിരിക്കും മറ്റൊരു വലിയ ജയന്റ് അവരുടെ മുൻപിലേക്ക് വന്ന് നിൽക്കുക. മറ്റൊരു വലിയ ജയന്റ് മോൺസ്റ്റർ അവരുടെ മുൻപിലേക്ക് വന്ന് നിൽക്കുക. ആ ജയന്റ് മോൺസ്റ്റർ കാണുമ്പോൾ അവർ ചെറുതായിട്ടൊന്ന് ജെർക്കാവും. കാരണം അത് ലോക്കിയുടെ അത്രയും സൈസ് ഉണ്ട്. അതിന്റെ കയ്യിൽ വലിയൊരു ഹാമറുണ്ട്. ആ ഹാമർ ഉപയോഗിച്ച് അവരുടെ കപ്പലിൽ ആഞ്ഞടിച്ച ആ കപ്പൽ തന്നെ തകർന്നു പോകും. കുട്ടികളാണെങ്കിൽ ലോക്കിയെ ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു വലിയ ചിത്രം അത് വരച്ചത്. അതിപ്പോ അവിടെയുള്ള ഐലാൻഡിലുള്ള ജനങ്ങൾക്ക് അവർക്കൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. മോൺസ്റ്റേഴ്സ് ആണെങ്കിൽ ചുറ്റുകൊണ്ട് അടിക്കാൻ പാഞ്ഞടുക്കും. ആ സമയത്ത് അവിടേക്ക് വന്ന ഗാമൻ ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ വെറുതെ നിൽക്കുകയല്ല എന്ന് പറഞ്ഞ് അതിന്റെ തലയിൽ തന്നെ ആഞ്ഞടിച്ച് ഇപ്പൊ മോൺസ്റ്ററിനെ തകർത്ത് തവിട് പൊടിയാക്കും. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും യാ യാ എന്ന് വിളിച്ച് ഇപ്പോ അദ്ദേഹത്തിന് കട്ട സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇത് കുട്ടികൾ വരച്ച ഒരു മോൺസ്റ്റർ ചിത്രമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. റിയൽ മോൺസ്റ്റേഴ്സ് ആയിരുന്നെങ്കിൽ വലിയൊരു കോമ്പറ്റീഷൻ തന്നെ ഇവിടെ നടന്നേനെന്ന് പറയും. പക്ഷെ അപ്പോഴും അത് സ്റ്റോപ്പ് ആവില്ല. വീണ്ടും വീണ്ടും മോൺസ്റ്റേഴ്സ് ആണെങ്കിൽ അവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഗ്യാബൻ ആണെങ്കിൽ കണ്ടുപിടിക്കും അല്ല വില്ലന്മാരാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്ത് വിടുന്നതെന്ന്. അതും മുകളിലായിട്ട് 3 പേരുണ്ടെന്ന് ഇപ്പൊ അദ്ദേഹം കറക്റ്റായിട്ട് മനസ്സിലാക്കും. അവർ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരവിടെ തന്നെ ഇരുന്ന അത് എൽബോഫിന് ഒട്ടും സേഫ് അല്ല. അവർ വളരെയധികം ഡേഞ്ചറാണ്. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹമാണെങ്കിൽ ഇപ്പോൾ പ്ലാൻ ചെയ്യുകയാണ്. മറ്റേത് ഇവിടെയാണെങ്കിൽ ഫയർ ആണെങ്കിൽ നിർത്താതെ അങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഫയർ ഫൈറ്റേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ സീ ക്ലൗഡ്സുമായിട്ട് അങ്ങനെ പൈപ്പൊക്കെ കണക്ട് ചെയ്ത് മോട്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് വെള്ളം പമ്പ് ചെയ്യിപ്പിക്കും. കപ്പലിൽ പോയിക്കൊണ്ടിരുന്ന നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതുകൊണ്ട് ഷോക്ക് ആവുകയാണ്. ഇത്രയും വലിയൊരു പ്രശ്നമാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. സോ ഇവിടെ തന്നെ ശത്രുക്കൾ എവിടെയോ മറഞ്ഞിരിപ്പുന്നുണ്ട്. അവരെ കണ്ടെത്തി അവരെ തോൽപ്പിച്ചാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കൂ. അവർ ആ ചെറിയ കുട്ടികളെയാണ് കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു കാരണവശാലും അവരെ വെറുതെ വിടാൻ പാടില്ല. മാക്സിമം അവർക്ക് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കണം. ഓളൻ പയ്യനാണെങ്കിൽ ഇപ്പോൾ ആ ഫയറിൽ നിന്ന് ഉയർന്നു വരുന്ന പുകയിലേക്ക് തന്നെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക. കാരണം അവൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഫയറിന് നേരെയാണ്. എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ആ തീയിൽപ്പെട്ട് കത്തി അമരും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ കാഴ്ച കണ്ട് അങ്ങനെ ദേഷ്യത്തിൽ പല്ല് കടിക്കുകയാണ്. പിന്നെ ജിംബൈ ആണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചിച്ച് ഒരു പ്ലാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഫയർ ഫൈറ്റേഴ്സ് ആണെങ്കിൽ നിർത്താതെ വെള്ളം അങ്ങനെ തെളിച്ച് ആ ഒരു ഫയർ അത് അണയ്ക്കാനായി ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഇവരാണെങ്കിൽ ഒരുപാട് നേരമായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ക്ലൗഡിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് പോലും ആ ഒരു ഫയർ ആണെങ്കിൽ അല്പം പോലും കുറയുന്നില്ല. ഇവിടെ സോൾ ആണെങ്കിൽ ആ കുട്ടികളെ ഫയറിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുകയാണ്. ആ സമയത്ത് സോളിനെ ആണെങ്കിൽ ഒരു ആനിമൽ ആക്രമിക്കും. അവനാണെങ്കിൽ ആനിമലിനെ അങ്ങനെ മലർത്തി അട്ടിക്കുകയാണ്. അതിനുശേഷം ഫയർ ഫൈറ്റേഴ്സിന് കട്ട സപ്പോർട്ട് കൊടുക്കും. കമോൺ കമോൺ, ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല, നിങ്ങൾ ചെയ്യുന്നത് വലിയ കാര്യമാണ്, ആ ഫയർ അത് അണയ്ക്കണം. കുട്ടികൾ ഫയറിന്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറെ കൂടെ ഫോഴ്സിൽ വെള്ളം ഒഴിക്കാനായിട്ട് ഇപ്പൊ സോൾ ആണെങ്കിൽ അവരോട് പറയും. അതിനവർ പറയും, ഞങ്ങളുടെ മാക്സിമം സ്പീഡിലും ഫോഴ്സിലുമാണ് ഞങ്ങളിത് അണയ്ക്കാനായി ശ്രമിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് ഇതിനും മേലെ ഫോഴ്സ് കൊടുക്കാനായിട്ട് കഴിയില്ല. ഓൾറെഡി ആ പൈപ്പിലാണെങ്കിൽ ഫോഴ്സ് കാരണം ഇപ്പോൾ ഒരുപാട് ദ്വാരമൊക്കെ വീണ് വെള്ളം ലീക്ക് ആവാനായിട്ട് തുടങ്ങും. ഇവർക്കാണെങ്കിൽ മുഴുവൻ ഫോഴ്സിൽ ആ പൈപ്പ് പിടിച്ച് കൈ വേദനിക്കാനായിട്ട് തുടങ്ങും. കുട്ടികളാണെങ്കിൽ ആ ഫയറിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോൾ ആണെങ്കിൽ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഭയപ്പെടുമ്പോൾ ദൂരത്തായിട്ട് ഷെഫേർഡ് ആണെങ്കിൽ അത് കണ്ട് എൻജോയ് ചെയ്യാണ്. കുങ്കു, നീ അത് കണ്ടില്ലേ? ആ കുട്ടികൾ അധികം താമസിക്കാതെ ആ തീയിൽപ്പെട്ട് കത്തി അമരും. ആ കുട്ടികൾ ആ ഒരു ഫയറിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും ചോദിക്കും. അത് കേട്ട് അവനാണെങ്കിൽ കുങ്കോട് പറയും, അവർ
തീ അവരുടെ ദേഹത്ത് ആളി പടരുമ്പോൾ അതിൻ്റെ പൊള്ളലേറ്റ് മാത്രമാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക. അപ്പോഴേക്കും തീ അവരെ മുഴുവനായിട്ടും കത്തി ചാമ്പലാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അത് കേൾക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ആനന്ദം. ആ കുട്ടികളുടെ പാരൻസിന് കിട്ടാൻ പോകുന്നത് അവരുടെ കത്തിക്കരിഞ്ഞ ജഡം മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. എഫേർഡ് ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഇമാജിൻ ചെയ്ത് അങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടികളാണെങ്കിൽ ഒന്നും അറിയാതെ മുൻപോട്ടേക്ക് തീയുടെ അടുത്തേക്ക് നടക്കും. ആ സമയം സീ ക്ലൗഡ്സിൽ ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ വരാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത ഡ്രോഹിയും ബ്രോഹിയും കാണിക്കും. അവരെല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് ആ ഒരു മോൺസ്റ്റേഴ്സുകളെല്ലാം തന്നെ നശിപ്പിച്ച് കളയും. അപ്പോഴായിരിക്കും ഡ്രോഹിയും ബ്രോഹിയും അവിടെ കത്തി ആളുന്ന തീയിലേക്ക് നടക്കുന്ന കുട്ടികളെ കാണുക. ഫയർ ഫൈറ്റേഴ്സ്, നിങ്ങൾ എന്തായി ചെയ്യണേ? എത്രയും വേഗം ആ തീ അണക്കി കുട്ടികൾ ആ തീയിലേക്ക് വന്ന് പെടാതെ അവർ രക്ഷിക്കുക. അവരാണെങ്കിൽ മാക്സിമം കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ആ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും പൂർണ്ണമായിട്ടും അത് അണയ്ക്കാനായിട്ട് കഴിയുന്നില്ല. അവരാണെങ്കിൽ ഇനിയും പൈപ്പിൻ്റെ ഫോഴ്സ് അത് കൂട്ടിക്കഴിഞ്ഞാൽ ആ പൈപ്പാണെങ്കിൽ മുഴുവനായിട്ടും പൊട്ടിത്തെറിക്കും. സോളിനാണെങ്കിൽ അവൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി കൂടി വരും. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവനും ഫയർ ഫൈറ്റേഴ്സിനോട് കൂടുതൽ ഫോഴ്സിൽ വെള്ളം അടിക്കാനായി പറഞ്ഞുകൊണ്ടേയിരിക്കും. സോളിനാണെങ്കിൽ കാലിൽ പരുക്ക് പറ്റിയിട്ടുണ്ട്. എങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ ആ കുട്ടികളെ രക്ഷിക്കാനായിട്ട് ഓടുകയാണ്. ചോപ്പറാണെങ്കിൽ ബഹളം വെക്കും. ഇവിടെ റോബിനാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഫ്രീസായിട്ട് നിൽക്കുകയാണ്. അല്പം കൂടെ കഴിഞ്ഞാൽ ആ ഫയറിൽ കുട്ടികളെല്ലാവരും കത്തി അമരും. ദൂരത്തായിട്ട് ജനങ്ങളും ആ കുട്ടികളുടെ പാരൻസും അവരെല്ലാവരും ഒരുപാട് വിഷമത്തോടെയും ഭയത്തോടും കൂടെ ആ കാഴ്ച അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവരാണെങ്കിൽ കരയാനായിട്ട് തുടങ്ങും. ഇവിടെ വില്ലനാണെങ്കിൽ ആ കാഴ്ച കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അടുത്ത നിമിഷം കുട്ടികളാണെങ്കിൽ ആ ഫയറിലേക്ക് കാൽ വയ്ക്കും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ജിംബയെ കാണിക്കും. അവനാണെങ്കിൽ സീ ക്ലൗഡിന്റെ ഉള്ളിലേക്ക് പോയി വാട്ടറിനെ ഒരു തുണിയിൽ ചുരുട്ടിയെടുക്കും പോലെ അങ്ങനെ ഇപ്പൊ ആ ഫയറിന് നേരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ജിംബയെ ആണെങ്കിൽ ആ സീ ക്ലൗഡിനെ തൂക്കിയെടുത്ത് ഇപ്പൊ ആ ഫയറിലേക്ക് അങ്ങനെ വലിച്ചെറിയാണ്. ആ സീ ക്ലൗഡിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ ആ ഫയറിനെ മൊത്തത്തിൽ അങ്ങനെ കവർ ചെയ്യുകയാണ്. ആ ഫയർ മുഴുവനായിട്ടും ഇപ്പൊ അണഞ്ഞു പോവാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷവും ആശ്വാസവും തോന്നുകയാണ്. ജിംബ ചെയ്തത് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇവിടെ ഷെഫേർഡിനാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടാവില്ല. ഓ നോ, വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതവൻ സ്പോയിൽ ചെയ്തെന്ന് പറയും. ജിംബയാണെങ്കിൽ കഷ്ടപ്പെട്ട് ആ ഒരു ക്ലൗഡിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. വെള്ളം അതെല്ലായിടത്തും സ്പ്രെഡായോ, തീ അത് അണയ്ക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിക്കും. അത് കേട്ട് അവരാണെങ്കിൽ എന്ത് ചോദ്യമാണത്? നിന്റെ ആ ഒരു എഫേർട്ട് കൊണ്ട് തീ അണഞ്ഞു, കുട്ടികൾ സേഫാണ്. ജിംബയാണെങ്കിൽ കപ്പലിലേക്ക് തിരിച്ചു വരും. നമ്മുടെ ആൾക്കാരെല്ലാവരും അവനെ അഭിനന്ദിക്കുകയാണ്. അതിന് ജിംബെ പറയും, ആ കുട്ടികളുടെ ജീവൻ അത് നഷ്ടപ്പെടാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. കോളനാണെങ്കിൽ ജിംബയെ കാണുമ്പോൾ ഇപ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നും. ആ കുട്ടികളെ സേവ് ചെയ്തത് ഇപ്പൊ സ്കൂളിലും ആ ഒരു ഐലാൻഡിലുള്ള എല്ലാവരും തന്നെ അറിയുകയാണ്. പക്ഷെ കുട്ടികളാണെങ്കിൽ ഇപ്പോഴും ഇതൊന്നും അറിയാതെ മുൻപോട്ടേക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഡ്രോഹിയും ബ്രോഹിയും ആണെങ്കിൽ ഫയർ ഫൈറ്റേഴ്സ് ആണ് ആ ഒരു തീ അണച്ചതെന്ന് കരുതി അവരെ അഭിനന്ദിക്കും. നിങ്ങളാണ് നമ്മുടെ ഐലാൻഡിന്റെ അഭിമാനം. ഫയർ ഫൈറ്റേഴ്സ് ആണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, അയ്യോ ഞങ്ങളല്ല, മറ്റാരോ ആണ് അവരെ രക്ഷിച്ചതെന്ന് പറയും. അവർക്കാണെങ്കിൽ ജിംബയാണ് അതിന്റെ പുറകിൽ നിന്നറിയില്ല. കോളനാണെങ്കിൽ ജിംബയോട് താങ്ക്സ് പറയും. കോളനാണെങ്കിൽ അവരോട് പറയും, സ്കൂളിലെ ഫ്രണ്ട്സിന് ആർക്കും തന്നെ എന്നെ ഇഷ്ടമല്ല, അവരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തും. പക്ഷെ അവരെനിക്ക് ഇഷ്ടമാണ്, എങ്ങനെയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കണമെന്ന് പറയും. അതിന് നമ്മുടെ ആൾക്കാരാണെങ്കിൽ നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഉറപ്പായാലും അവരെ സേവ് ചെയ്യുമെന്ന് പറയും. ആ സമയമായിരിക്കും കപ്പലിൽ ആരൊക്കെയോ ഇപ്പോൾ അവരുടെ അടുത്തേക്ക് വരിക. അവിടേക്ക് വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ കുങ്കോ. നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ അവരെ രക്ഷിച്ചു അല്ലേ എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ ടെററായി അങ്ങനെ വന്ന് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.